Hi dear students, the next problem is KNN classifier. ഇത് regular examന് ചോദിച്ചിട്ടുള്ള question ആണ്. Here the question is a restaurant A sells burger with optional flavors pepper, ginger and chili. Every day this week you have tried a burger A to E and kept a record of which you liked. Using Hamming distance show how the 3NN classifier with majority voting and classify pepper equal to false, ginger equal to true, chili equal to true. ഓക്കെ, അതായത് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ സെൽ ചെയ്യുന്ന ബർഗറിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് പെപ്പർ, ജിഞ്ചർ, ചില്ലി. അപ്പോൾ അത് കസ്റ്റമേഴ്സിന് ലൈക്ഡ് ആണോ ലൈക്ഡ് അല്ലയോ എന്നുള്ള ഇൻഫർമേഷനാണ് ഫോൾസ് ട്രൂ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ 3NN അതായത് നമ്മൾ KNN പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് 3NN എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ 3. ദാറ്റ് മീൻസ് KNN അൽഗോരിതം നമ്മൾ പഠിച്ചത് KNN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ ഒരു ന്യൂ ടെസ്റ്റ് ടപ്പിൾ കൊടുക്കുമ്പോൾ നൈബേഴ്സിനെ സിമിലർ ആയിട്ടുള്ള നൈബേഴ്സിനെ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള നൈബേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിൽ മെജോറിറ്റി ഏത് ക്ലാസ് ആണോ ആ ക്ലാസ് ആയിരിക്കും നമ്മുടെ ന്യൂ ടെസ്റ്റ് ടപ്പിളിനും കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 3NN എന്ന് പറയുമ്പോൾ 3 നൈബേഴ്സിനെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഈ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് പെപ്പർ ഈക്വൽ ടു ഫോൾസ്, ദെൻ ജിഞ്ചർ ഈക്വൽ ടു ട്രൂ, ചില്ലി ഈക്വൽ ടു ട്രൂ അതിൻ്റെ ക്ലാസ് ഇൻഫോർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ എൻ്റെ ക്ലാസ് ഇൻഫോർമേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്കാണ്, ഇത് പെട്ടെന്ന് എഴുതാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാമിങ് ഡിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഹാമിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ന്യൂ ടെസ്റ്റ് ടപ്പിൾ തരും. ദെൻ ഇവിടുത്തെ ഓരോ ടപ്പിളുമായിട്ടുള്ള അതായത് ഇവിടുത്തെ ഓരോ ടപ്പിളുമായിട്ടുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അതിൽ ക്ലോസ് ആയിട്ടുള്ളവരെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് അല്ല തന്നിട്ടുള്ളത്, കാറ്റഗറിക്കൽ വാല്യൂസാണ് തന്നിട്ടുള്ളത്. കാറ്റഗറിക്കൽ വാല്യൂ തരുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് നമുക്ക് തന്നേക്കുന്ന ടെസ്റ്റ് ടപ്പിളും ഈ ട്രാൻസാക്ഷൻ ഡേറ്റാബേസിലുള്ള ടെസ്റ്റ് ടപ്പിളും സെയിം ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് 0 ആയിട്ടും എടുക്കും, ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് നമ്മൾ ട്രൂ ആയിട്ടും എടുക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് ഓഫ് A വിത്ത് ക്വസ്റ്റ്യൻ, B വിത്ത് ക്വസ്റ്റ്യൻ, C വിത്ത് ക്വസ്റ്റ്യൻ, D വിത്ത് ക്വസ്റ്റ്യൻ ആൻഡ് E വിത്ത് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കണം. സോ A എടുക്കുമ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന പെപ്പർ ഫോൾസ്, ജിഞ്ചർ ട്രൂവ്, ചില്ലി ട്രൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ Aയുടെ ആയിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ടെസ്റ്റ് ടപ്പിൾ ഫോൾസും ഇതെന്താണ് ട്രൂ ആണ്. സോ രണ്ടും ഡിഫറെൻ്റ് ആണ്, ഒന്ന് ഫോൾസും ഇത് ട്രൂ ആണ്. സോ അവിടുത്തെ ഡിഫറൻസ് നമ്മൾ 1 എടുക്കും. ദെൻ പ്ലസ് ക്വസ്റ്റ്യനിലുള്ളത് ജിഞ്ചർ ട്രൂവും ഇവിടെ നമുക്ക് എയിലുള്ളതും ട്രൂ ആണ്. സോ സെയിം ആയതുകൊണ്ട് 0 പ്ലസ് ക്വസ്റ്റ്യനിലുള്ളത് ട്രൂ അതായത് ടെസ്റ്റ് ടപ്പിളും ട്രൂ ആണ്, നമ്മുടെ ഇവിടുത്തെ സ്റ്റോർഡ് ടപ്പിളും ട്രൂ ആണ്. സോ അവിടെയും സെയിം ആയതുകൊണ്ട് 0. ഈ ഡിസ്റ്റൻസിനെല്ലാം കൂടെ നമ്മൾ സം ചെയ്യാം. ആൻസർ 1. അതാണ് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻ ദ ഗിവൻ ക്വസ്റ്റ്യൻ ദിസ് വൺ ഫാൾസ്, ദിസ് വൺ ട്രൂ, ദിസ് വൺ ട്രൂ. ഓക്കെ, ബി ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ബിയുടെ കേസിൽ ആദ്യത്തെ കേസിൽ എന്തായിരിക്കും, ആദ്യത്തെ ആട്രിബ്യൂട്ട് നോക്കുമ്പോൾ ഇത് ഫോൾസ്, ഇത് ട്രൂ. സോ ഡിഫറൻസ് ഈസ് 1. ഇത് ട്രൂ, ഇത് ഫോൾസ്, അതും ഡിഫറെൻ്റ് ആണ്. സോ ഡിഫറൻസ് ഈസ് 1. ഓക്കെ, തേർഡ് ആട്രിബ്യൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചില്ലി ട്രൂ ആണ് തന്നിട്ടുള്ളത്, ബിയുടെ കേസിൽ ഫോൾസ് ആണ്. സോ അതും ഡിഫറെൻ്റ് ആണ്. അതായത് സെയിം വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആട്രിബ്യൂട്ട് വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാൻ തന്ന ആളുടെയും സ്റ്റോർഡ് ആളുടെയും ആട്രിബ്യൂട്ട് വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ 0 എടുക്കും, ഡിഫറെൻ്റ് ആണെങ്കിൽ 1 എടുക്കും. സോ ഇവിടെയും ട്രൂവും ഫോൾസും ഡിഫറെൻ്റ് ആണ്. സോ ഇതിനെല്ലാം കൂടെ സമപ്പ് ചെയ്ത് ഡിസ്റ്റൻസ് 3 ആണ് കിട്ടുന്നത്. സോ ഇതേപോലെ എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ 3 നിയറസ്റ്റ് നൈബേഴ്സിനെ കണ്ടുപിടിക്കണം. 3 നിയറസ്റ്റ് നൈബേഴ്സ് മീൻസ് ഡിസ്റ്റൻസ് ക്ലോസ്ഡ് ആയിട്ടുള്ളവരെ 3 പേരെ കണ്ടുപിടിക്കണം. ക്ലോസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കുറവ്. ഇവിടെ ഡിസ്റ്റൻസ് കുറവ് ഏതിനൊക്കെയാണ്, A C D. അപ്പോൾ എയുടെയും സിയുടെയും ഡിയുടെയും ക്ലാസ് നോക്കുമ്പോൾ ക്ലാസ് ഇൻഫോർമേഷൻ മീൻസ് A
സി ഡി. 2 ഫോൾസും ഒരു ട്രൂ ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെജോറിറ്റി ഏതാ? ഫോൾസ് ആണ്. സോ ദ ആൻസർ ഈസ് ഫോൾസ്. ദ നെക്സ്റ്റ് KNN ക്ലാസിഫയർ തന്നെയാണ്. ഇവിടെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ക്ലോസ്നെസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ നമുക്ക് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? രണ്ടിൻ്റെയും, അതായത് 2 ഒബ്ജക്റ്റ് നമ്മളെടുക്കുന്ന ടെസ്റ്റ് ടപ്പിളിൻ്റെയും സ്റ്റോർഡ് ടപ്പിളിൻ്റെയും ആ വാല്യൂസ് ഓരോന്നായിട്ട് എടുക്കുക, ആട്രിബ്യൂട്ട് വാല്യൂ എടുക്കുക, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക, സ്ക്വയർ ചെയ്യുക, അതിനെല്ലാം കൂടെ സമപ്പ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ടൈപ്പ് തന്നിട്ടുണ്ട്, ആസിഡ് ഡ്യൂറബിലിറ്റി തന്നിട്ടുണ്ട്, സ്ട്രെങ്ത് തന്നിട്ടുണ്ട്, ദെൻ ക്ലാസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ന്യൂമറിക്കൽ വാല്യൂ 2 ക്ലാസ്സാണ്, ബാഡും ഉണ്ട് ഗ്ലൂസും ഉണ്ട്. ടെസ്റ്റ് ഡേറ്റയ്ക്കകത്ത് ആസിഡ് ഡ്യൂറബിലിറ്റി 3, സ്ട്രെങ്ത് 7, അതിൻ്റെ ക്ലാസ് ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹിയർ സിമിലാരിറ്റി ഓഫ് ക്ലോസ്നെസ് ഈസ് മെഷേർഡ് യൂസിങ് ദ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. ഇവിടെ പിയും ക്യൂ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതായത് പി ടെസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ടെസ്റ്റ് ആയിരിക്കും, എനിത്തിങ് കുഴപ്പമില്ല. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക, ദെൻ സ്ക്വയർ ചെയ്യുക, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. സോ ആദ്യത്തെ കേസിൽ ടൈപ്പ് 1. ടൈപ്പ് 1ൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ടൈപ്പ് 1ൻ്റെ ആദ്യത്തെ വാല്യൂ 7. ദെൻ ഇവിടുത്തെ ആസിഡ് ഡ്യൂറബിലിറ്റി, ടെസ്റ്റിൻ്റെ ആസിഡ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ടെസ്റ്റ് ഡേറ്റയുടെ 3. സോ 7 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ 7. ടൈപ്പ് 1ൽ 7, ദെൻ ടെസ്റ്റ് ഡേറ്റയിൽ 7 - 7 ദ ഹോൾ സ്ക്വയർ. ഇതിനെല്ലാം സ്ക്വയർ റൂട്ട് കിട്ടി, 4 കിട്ടി. ഇനി ഇതേപോലെ ടൈപ്പ് 2 കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എന്താ? 7 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 7 - 4 ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്തൊക്കെ ആൻസേഴ്സ്? ഡിസ്റ്റൻസ് കിട്ടിയത് 4, 5, 3, 3.6. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സിമിലാരിറ്റീനെ ബേസ് ചെയ്ത്, ക്ലോസ്നെസ്സിനെ ബേസ് ചെയ്ത് മെഷർ ചെയ്യുക. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ടൈപ്പ് 3, ദെൻ സെക്കൻഡ് വൺ ടൈപ്പ് 4, ദെൻ ടൈപ്പ് 1, ടൈപ്പ് 2. അതിൻ്റെ എല്ലാം ക്ലാസ്സാണ് എഴുതിയേക്കുന്നത്, ടൈപ്പ് 1ൻ്റെയും 2ൻ്റെയും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ K1 ആണ് തന്നിട്ടുള്ളതെങ്കിൽ, അതായത് ഒരു നൈബറിനെ കണ്ടുപിടിക്കണമെങ്കിൽ ആരായിരിക്കും? നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഇയാളായിരിക്കും. സോ ഒരാളെ ഉള്ളെങ്കിൽ ആ ക്ലാസ്സിൻ്റെ വാല്യൂ തന്നെയായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്, ക്ലാസ് ഗുഡ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഇനി നമുക്ക് Kയുടെ വാല്യൂ 2, 2 നൈബേഴ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇയാളെയും ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ? 2 ഗുഡാണ്, മെജോറിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. 2 ഗുഡ് ആയതുകൊണ്ട് ഫൈനലി നമുക്ക് ഗുഡ് തന്നെയായിരിക്കും എടുക്കുന്നത്. ഇനി Kയുടെ വാല്യൂ 3 ആണെങ്കിലോ, Kയുടെ വാല്യൂ 3 ആണെങ്കിൽ ഇയാളെയും സെലക്ട് ചെയ്യും, ടൈപ്പ് 3നെ സെലക്ട് ചെയ്യും, ടൈപ്പ് 4നെ സെലക്ട് ചെയ്യും, ടൈപ്പ് 1നെ സെലക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്ലാസ് നോക്കുമ്പോഴത്തേക്കും ഒരു ബാഡും 2 ഗുഡ്, മെജോറിറ്റി എന്താ? ഗുഡ്. സോ ഗുഡ് എന്നുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് KNN ക്ലാസിഫയറിൻ്റെ വർക്കിംഗ്. ജസ്റ്റ് നമുക്ക് തന്നേക്കുന്ന ടെസ്റ്റ് ടപ്പിളിൻ്റെയും അവിടുത്തെ സ്റ്റോർഡ് ടപ്പിളിൻ്റെയും ഡിസ്റ്റൻസ് എടുക്കുക. ഡിസ്റ്റൻസ് എടുത്തിട്ട് ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ള ആളായിരിക്കും ക്ലോസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് Kയുടെ വാല്യൂ എത്ര ഉണ്ടോ അത്രയും നൈബേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ആ നൈബേഴ്സിൻ്റെ മെജോറിറ്റി ക്ലാസ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്, മെജോറിറ്റി വരുന്ന ക്ലാസ്. അപ്പം ഡിസ്റ്റൻസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ ഇതേപോലെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. ദെൻ കാറ്റഗറിക്കൽ വാല്യൂ ആണെങ്കിൽ സെയിം വാല്യൂ ആണെങ്കിൽ ഡിഫറൻസ് 0, ഡിഫറെൻറ്റ് വാല്യൂ ആണെങ്കിൽ ഡിസ്റ്റൻസ് 1, അതിനെല്ലാം കൂടെ സമപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.